لله الذي أنزل على الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد اللهم كما باركت على وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الكرام، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വിഷമതകളുമൊക്കെ മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിന്റെ മുഖമുദ്രയായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചൊരു സംഗതിയാണ്. ശാരീരികമോ മാനസികമോ ആയ വിഷമം നേരിടാതെ അതിൻ്റെ ഭാരം വഹിക്കാതെ ആർക്കും ഒന്നും കൊടുക്കില്ല എന്നത് പടച്ചവൻ ജീവിതത്തിൽ നിശ്ചയിച്ച ഒരു രീതിയാണ്. വിവിധ സ്ഥലങ്ങളിൽ വിവിധ രൂപത്തിൽ അല്ലാഹു സാധാരണ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ അനുഭവിക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് വേദന അല്ലെങ്കിൽ പ്രയാസം ഇതെല്ലാം ഒന്നിനൊന്നിന് പര്യാപ്തങ്ങളാണ് അനുഭവപ്പെടാറുണ്ട്. നിരാശ ബാധിക്കാറുണ്ട്. ജീവിതം തന്നെ എന്തിനാണ് എന്ന് പലപ്പോഴും തോന്നാറുണ്ട് ചില ആളുകൾ. അത് യഥാർത്ഥത്തിൽ മനുഷ്യനെ പിന്നോട്ടടിക്കുന്നതിനോ ജീവിതത്തെ തളർത്തിക്കളയുന്നതിനോ വേണ്ടിയല്ല. ഭൗതിക ജീവിതത്തിന്റെ സ്വഭാവം എന്നതാണ് എന്ന് മനുഷ്യൻ മനസ്സിലാക്കിയാൽ വിഷമങ്ങളിലും കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളിലും തളർന്നു പോവുകയില്ല. അങ്ങനെ പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു വെച്ചിട്ടുണ്ട്. മനുഷ്യനെ ക്ലേശത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പ്രകൃതം പറയുന്നു. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഒരു പ്രകൃതത്തെ കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ലേശത്തിലായിക്കൊണ്ടാണ് സൃഷ്ടിച്ചത്. കബിദ്, കബിദ്, കിബിദ് രണ്ടുമൂന്ന് പ്രയോഗമുണ്ട്. അതിന്റെ അർത്ഥം കരൾ അല്ലെങ്കിൽ ഹൃദയം, ലിവർ, ഹാർട്ട് എന്നൊക്കെ ഉപയോഗിക്കുന്നു. ഈ കരളും ഹൃദയവും ഒക്കെ മനുഷ്യന്റെ വികാരങ്ങളുമായി ബന്ധപ്പെടുത്തി പണ്ട് കാലത്തെ മനുഷ്യന്മാർ പറയാറുണ്ട്. കരളരിയിക്കുന്ന കഥ, കരളയഥാർത്ഥത്തിൽ അരിയിലുണ്ട്. ഇത് ഫീലിങ്സിനെ കുറിച്ചില്ല. ഹൃദയം തകർന്നു പോകുന്ന സംഭവം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഭാഷാപരമായ പ്രയോഗം. ഈ കരളും ഹൃദയവും മനുഷ്യന്റെ വികാരങ്ങളുമായി ബന്ധപ്പെടുത്തി പണ്ട് മുതലേ പറയുന്നു. കരളിൽ വീർത്താൽ, വികസിച്ചാൽ വേദന അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ ഹൃദയം വിങ്ങിയാൽ വേദന അനുഭവപ്പെടുന്നു. അതേ പദം തന്നെയാണ് മനുഷ്യ സൃഷ്ടിപ്പിന് വേണ്ടി വ്യസനം കൊണ്ടും വ്യഥ കൊണ്ടും വേവലാതിപ്പെടുന്ന രണ്ടവയവങ്ങൾ. ആ അവയവങ്ങൾക്ക് സംഭവിക്കുന്നത് പോലെ ജീവിതത്തിൽ മനുഷ്യന് ക്ലേശങ്ങളുടെ ഒരുപാട് നീണ്ട നിര ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. മൊത്തം മനുഷ്യരെ വിളിച്ചു, അല്ലയോ മനുഷ്യന്മാരെ, ഇന്നൊക്കെ കാര്യം മനുഷ്യനെ, മനുഷ്യ എന്നാണ് ഒരു സിംഗുലറായി പറയാം. അല്ലയോ മനുഷ്യ, ഇന്നൊക്കെ കാര്യം
നീ ക്ലേശനാണ്, കഠിനാധ്വാനിയാണ്, കഠിനമായി അധ്വാനിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. ഇലാ റബ്ബിക, നിന്റെ രക്ഷിതാവിലേക്ക് കഠിനമായ അധ്വാനം. അപ്പോൾ നീ അവനുമായി കണ്ടുമുട്ടും. നല്ലതിനോ ചീത്തയ്ക്കോ നന്മക്കോ തിന്മക്കോ ആയി അധ്വാനിക്കാതെ ആരും ഈ ഭൂമത്തുണ്ടാവില്ല. അധ്വാനം മനുഷ്യന്റെ ഒരു പ്രകൃതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നു. അധ്വാനിക്കാൻ പറ്റില്ല എന്നൊന്നും അത് പറയാൻ കഴിയില്ല. കാരണം വെറുതെ ഇരുന്നാലും മനുഷ്യ ശരീരത്തിൽ അധ്വാനം നടക്കുന്നതുകൊണ്ടാണ് ശ്വാസകോശം ഭയങ്കരമായ ശക്തിയിൽ ഇതിനെ പിടിച്ചു വലിക്കുന്നുണ്ട്. മനുഷ്യനൊന്നും ചെയ്യാതെ സാധാരണ നിലയിലുള്ള ഒന്നും ചെയ്യാതിരുന്നാലും അവന് നിലനിൽക്കണമെങ്കിൽ ഇതിങ്ങനെ അത് അവരുടെ എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഭയങ്കരമായി ശ്വാസങ്ങളെടുത്ത് ഇവിടെ അധ്വാനം ഉണ്ടെന്നാണ്. അപ്പൊ അധ്വാനമില്ലാതെ ഒരു ജീവിതമില്ല. അതങ്ങനെ തന്നെയാണ്. ഒരുതരം ശ്വാസമുട്ടുന്ന ചുറ്റുപാടിലാണ് മനുഷ്യന്റെ ആവിർഭാവം. ഒരു 3 ഇരുട്ടുകളിലാണ് ഗർഭാശയത്തിൽ മനുഷ്യൻ കഴിച്ചുകൊടുക്കുന്നത്. അവിടെ ഒരു പ്രത്യേകമായ ഒരു അറയ്ക്കുള്ളിൽ വെള്ളം, മറ, ഇരുട്ട്, അവിടുത്തെ ഒരു അവസ്ഥയെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഇപ്പൊ നമുക്ക് പലതും നോക്കിക്കാണാൻ പറ്റുമെങ്കിലും പക്ഷെ അവിടുത്തെ ഒരു സാഹചര്യം അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു ശ്വാസം അടിക്കൊണ്ടുള്ള വരാം. ശ്വാസം എടുക്കാൻ വേണ്ടി അതിൽ കരഞ്ഞുകൊണ്ടേ ജനിക്കും, കരയിച്ചുകൊണ്ടേ മരിക്കുകയും ചെയ്യും. സ്വന്തം കരഞ്ഞുകൊണ്ടാണ് ജനിക്കുന്നത്, മറ്റുള്ളവരെ കരയിച്ചുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുന്നത്. ഇതൊരു വലിയ പ്രത്യേകത. അന്നേരം അവന് കരയാൻ പറ്റാത്തതുകൊണ്ട് മറ്റുള്ളവരെ കരയിക്കുക. ഇത് ജീവിതത്തിൽ നമ്മൾ ആലോചിച്ചിട്ട് വലിയൊരു അത്ഭുതകരമായ സംഗതി. നിന്റെ ബാല്യച്ഛന്റെ നടക്കാൻ പഠിക്കുന്നത്, ഓടാൻ പഠിക്കുന്നത്, എത്ര വീഴ്ചകൾ. ആ വീഴ്ചകൾ ജീവിതത്തിന്റെ പ്രായോഗിക തലത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് വീഴ്ചകളും ഉദ്ധാനപതനങ്ങൾ, എഴുന്നേൽക്കലും വീഴ്ചകളും ഒക്കെ മനുഷ്യ ജീവിതത്തിനുണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് ജീവിതത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരുന്നു. ആശ്വാസത്തിന്റെ ആനന്ദം അനിർവചനീയമാകുന്നത് ആയാസത്തിന്റെ പ്രയാസം മനുഷ്യൻ രുചിക്കുമ്പോഴാണ് എന്നാണ്. അപ്പൊ ആശ്വാസം എന്താണെന്ന് അറിയണമെങ്കിൽ ആശ്വാസം കഷ്ടപ്പാടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ കഷ്ടപ്പാടുകളിലൂടെ അതിജീവിച്ച് കിട്ടുന്ന ആശ്വാസം അനിർവചനീയമായിരിക്കുമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആദ്യം ഭയങ്കര കഷ്ടപ്പാടുകളുടെ, ബുദ്ധിമുട്ടുകളുടെ ഒരവസ്ഥയാണ് തടഞ്ഞത്. മക്കയിലെ പ്രമാണിമാർക്ക് ഈ വർഷം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവര് മർദ്ദിക്കാനും അടിച്ചെടുക്കാനും പ്രലോഭിച്ച് വശത്താക്കാനും ഒക്കെ ശ്രമിച്ചു. അപ്പോഴൊക്കെ നബിയുടെ മനസ്സ് വല്ലാണ്ട് ഇന്നുകയും പ്രയാസം അനുഭവപ്പെടുകയും ചെയ്തു. അതിനുവേണ്ടി ആശ്വാസത്തിനായി അല്ലാഹുവിന്റെ അടുത്ത് പോയി സുജൂദ് ചെയ്തിരിക്കുമ്പോൾ ആ സുജൂദിൽ കിടക്കുന്ന മനുഷ്യന്റെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാല, ചീഞ്ഞളിഞ്ഞ കുടൽമാല വലിച്ചിട്ടടക്കം വരെ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അവിടെയും ആശ്വാസത്തിന് പോകുമ്പോഴും ഭയങ്കരമായ വ്യഥയുടെ ഒരുപാട് സംഭവങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ഈ വ്യഥകളും പ്രയാസങ്ങളും ഒക്കെ ഏത് രീതിയിൽ തടഞ്ഞാലും താൽക്കാലികമാണ്. ഈ ബുദ്ധിമുട്ടുകൾക്ക് അപ്പുറം ആശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു വലിയ അർത്ഥങ്ങളുണ്ട്. ദുനിയാവിലെ ഈ ബുദ്ധിമുട്ടുകൾക്ക് അപ്പുറം അനന്തമായ പരലോകത്ത്, സ്വർഗത്തിലെ അനന്തമായ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും വരാത്ത ആശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ബന്ധിപ്പിച്ചിട്ട് അത് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാന്ത്വനത്തിന്റെ കുളിർത്തന്നലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിലേക്ക് ഒഴുകി കൊടുത്ത സൂറത്ത് ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തുകളിൽ നിന്നാണ് സൂറത്ത് അഷ്റാഹ്. ഇൻഷ്റാഹ് എന്ന് പറയും. വിശാലത, റിലീഫ്, ആശ്വാസം. ഇത് ചെറിയ സൂറത്താണെങ്കിലും ഒരുപാട് വലിയ ആശയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഉൾക്കൊള്ളിച്ചു വെച്ചിരിക്കുന്നുണ്ട് എന്നതാണ്. പ്രയാസങ്ങളും വേദനകളും മനസ്സിലാവുമ്പോഴാണ് മനുഷ്യന് ആശ്വാസം തേടിയുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നത്. വിശക്കുന്ന വേദന ഉള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഭക്ഷണം നമുക്ക് രുചികരമായി അനുഭവപ്പെടുന്നത്. വിശപ്പ് വേദനയാണ്. ചെക്ക് ചെയ്ത് നോക്കി നമുക്ക് മനസ്സിലാവും. വിശപ്പ് നല്ലൊരു കാണൽ, അതൊരു വേദനയാണ്. ഈ വിശപ്പിന്റെ വേദനയിലായിരുന്നെങ്കിൽ ഭക്ഷണത്തിന് യാതൊരു താല്പര്യവും മനുഷ്യനുണ്ടാകുമായിരുന്നില്ല. അപ്പൊ ഭക്ഷണത്തിന്റെ രുചി എന്നത് മനുഷ്യൻ ആസ്വദിക്കാൻ വിശപ്പിന്റെ വേദന കൊണ്ട് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്ന ഒരു രീതി ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ പുതിയ പറവി പെയിൻ എന്നല്ലേ പറയും. പ്രസവത്തിന് മുമ്പ് പെയിൻ ഉണ്ടായില്ലെങ്കിൽ പെയിൻ ഉണ്ടാവാൻ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യും. പെയിൻ കില്ലറും പെയിൻ
പ്രൊഡ്യൂസറും യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പെയിൻ ഉണ്ടാക്കാൻ നമുക്ക് മരുന്നുണ്ട്, പെയിൻ ഇല്ലാതാക്കാൻ നമുക്ക് മരുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ വേദന എന്നത് ഒരു അനുഭവവേദ്യമായി ഉണ്ടെങ്കിൽ ആശ്വാസം എന്നത് മനുഷ്യന് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഏത് വിഷയത്തിലും താല്പര്യവും നമുക്കൊരു താല്പര്യമുള്ള വിഷയത്തിൽ, പക്ഷെ അതിന്റെ ആ വിഷയം സംഭവിക്കുന്നതിന് ഒരു ഉത്കണ്ഠ. ആ ഉത്കണ്ഠ വലുതായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ പല സംഗതികളും താറുമാറാണ്. ഉത്കണ്ഠ വല്ലാണ്ട് കൂടി ഒന്ന് മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റില്ല, അതുപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഉറക്കം വരില്ല. ഇതൊക്കെ കഴിഞ്ഞുണ്ടാകുന്ന ആശ്വാസം വളരെ വലുതാണ്. ഈ ആശ്വാസം നൽകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാകാരുണ്യവാനാണ് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് ആണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. അലം നശ്റഹ് ലക സദ്റക. അത് നേരിട്ട് ചോദിക്കുക, നാം നിന്റെ നിന്റെ നെഞ്ചിനെ വിശാലമാക്കിയില്ല എന്നാണ് പറഞ്ഞത്. അതായത് നെഞ്ചിനെ വിശാലമാക്കുക എന്നുള്ള നെഞ്ചിലുള്ള ഹൃദയത്തെ, അത് ഹൃദയവിശാലത. ഹൃദയവിശാലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാനുള്ള കഴിവ്, സഹിക്കാനും ക്ഷമിക്കാനുള്ള കഴിവ്, ധൈര്യത്തോടെ ഇരിക്കാനുള്ള കഴിവ്, ദൃഢമനസ്കനായി ഇരിക്കാനുള്ള കഴിവ്, സത്യം ഏതാണെന്ന് അന്വേഷിച്ച് നോക്കാനുള്ള താല്പര്യം, മറ്റുള്ളവരെ അംഗീകരിക്കാനും മറ്റുള്ളവരുമായി പങ്കുവെക്കാനുള്ള ഒരു മനസ്സ്. നമുക്കറിയാം ഹൃദയ വിശാലത എന്നൊക്കെ പറയാം. നാം നിന്റെ ഹൃദയത്തെ വിശാലമാക്കി തന്നില്ലേ എന്നത്. അതിന്റെ വിശദീകരണം വേറെ പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ-ഇസ്ലാം. ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗം ഉദ്ദേശിച്ചാൽ അവന്റെ ഹൃദയത്തെ വിശാലമാക്കും. അപ്പൊ എല്ലാ സന്മാർഗികളും വിശാല ഹൃദയമുള്ളവരായിരിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സത്യവിശ്വാസികൾ വിശാല ഹൃദയമുള്ളവരായിരിക്കും, മറ്റുള്ളവരെ പരിഗണിക്കാനുള്ള ഒരു മനസ്സവനുണ്ടായിരിക്കും എന്നതാണ്. അല്ലാത്തവൻ അതായത് അങ്ങനെ അല്ലാത്ത ആളുകളെ എപ്പോഴും ഇടുങ്ങിയ മനസ്സിൽ ആകാശത്ത് കയറി പോകുന്നവന് സംഭവിക്കുന്ന ഒരു ശ്വാസമുണ്ടല്ലോ, അതുപോലെയുള്ള ആൾ ഒരു സ്വഭാവമായിരിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഈ വിശാലത കൊടുക്കും. ആ ഉദ്ദേശത്തിന്റെ മാനദണ്ഡം അല്ലാഹു തആല പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നിരന്തരമായി അടുത്തുകൊണ്ടിരിക്കുന്നത്, അത്തരം ആളുകളുടെ ഹൃദയത്തെ വിശാലപ്പെടുത്തണം. അപ്പോ ചെയ്യുന്നത് അല്ലാഹു ആണെങ്കിലും ചോദിച്ചു വാങ്ങുന്നത് നമ്മളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ ഹൃദയ വിശാലത ആവശ്യമുണ്ടെങ്കിൽ അവൻ അല്ലാഹുവിനെ സമീപിക്കുകയും അവിടുന്ന് വിശാലത നേടിയെടുക്കുകയും ചെയ്യണം. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ-ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ആരുടെയെങ്കിലും ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കിയാൽ അവൻ അവന്റെ രക്ഷിതാവിന്റെ പ്രകാശത്തിലാണ് നിലകൊള്ളുന്നത്. അല്ലാഹുവിന്റെ പ്രകാശത്തെ കുറിച്ച് പറഞ്ഞു. എവിടെയും അടിച്ചു വീശുന്ന പ്രകാശം, എല്ലാം ഉൾക്കൊള്ളുന്ന പ്രകാശം, കാരുണ്യത്തിന്റെ പ്രകാശം, നീതിയുടെ പ്രകാശം, സ്നേഹത്തിന്റെ പ്രകാശം, ആത്മാഭിമാനത്തിന്റെ പ്രകാശം, അന്തസ്സിന്റെ പ്രകാശം, അങ്ങനെ ഒരുപാട് തരത്തിൽ അതിനെ വിശദീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോ ഈ ഹൃദയ വിശാലത ഉണ്ടായാൽ അടുത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം അലം നശ്റഹ് ലക സദ്റക വവഅന അൻക വിസ്റക അല്ലദീ അൻഖള ദഹ്റക. നാം ഇറക്കി വെച്ചു നിന്നിലുള്ള ഒരു ഭാരം, അത് നിന്റെ മുതുക് ഞെരിച്ചു കളഞ്ഞിരുന്നതായിരുന്നു. അവിടെ ഒരു പ്രശ്നം. ഇപ്പൊ പോലും നമുക്ക് വന്യങ്ങാടി പോയാൽ ഈ മുതുകില് ഒറ്റ ചാക്ക് കയറ്റുന്ന സംഭവം കാണാൻ കഴിയും. പണ്ട് കാലത്ത് തലച്ചുമടെടുക്കുന്നതിന് പകരം മുതുകിലാണ് ഭാരം. മനുഷ്യൻ മുതുകിലാണ് ആദ്യകാലത്ത് വഹിച്ചത്. ഇന്നും അത് മാറിയിട്ടില്ല, പലയിടത്തുണ്ട്. മുതുകിൽ ഭാരം വലിക്കും. മുതുകിൽ ഇങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് ഭാരം വലിക്കുക എന്നുള്ളതാണ്. ആ മുതുകിൽ ഭാരം വലിക്കുമ്പോൾ അത് ഭയങ്കരമായി വിങ്ങൽ അനുഭവപ്പെടും. മനുഷ്യൻ നടക്കാൻ കാലുകൾക്ക് ശക്തി കൂടും. തല നടക്കുന്നവർക്ക് ശ്വാസകോശം ഭയങ്കരമായിട്ട് പ്രത്യേകിച്ചുമായി അങ്ങനെ മുതുകൊടിച്ച് കളയുന്ന ഭാരം, ഒരു 50 കിലോ 60 കിലോ ഭാരം കൂടുന്നതനുസരിച്ച് ഭയങ്കരമായ ഭാരം, മുതുകൊടിച്ച് കളയുന്ന ഭാരം എന്ന ഭൗതിക ജീവിതത്തിലെ ഭൗതിക സംഭവവികാസത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനസികമായി ബന്ധപ്പെടുത്തി പറയാം. നമുക്ക് സഹിക്കാനാവാത്ത ഒരു വ്യസനം ഹൃദയത്തിൽ വന്നാൽ ഈ പുറത്ത് ഭാരം കയറ്റിയതുപോലെ മനുഷ്യ മനസ്സിൽ കനന്തുമോ. പുറത്ത് കയറുന്ന ഭാരം പോലെ തന്നെ മനുഷ്യ മനസ്സിൽ ഇങ്ങനെ കനന്തുമോ. അങ്ങനെയുള്ള കനം മാറിക്കിട്ടണമെങ്കിൽ, ഭാരം മാറിക്കിട്ടണമെങ്കിൽ ഹൃദയത്തിന് വിശാലത ഉണ്ടാവണം. ഹൃദയം വിശാലമാകുമ്പോൾ, ഭാരം മാറിക്കിട്ടുമ്പോൾ, മനുഷ്യനായിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ നൂറിലൂടെ നീ സ്നേഹത്തിന്റെ ഒരു
മാന്യനായി പ്രത്യക്ഷപ്പെടും, അൽ അമീനായിരിക്കും. അതാണ് കാണുന്നത്. അങ്ങനെ അൽ അമീനായി സത്യസന്ധനായി ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകളുടെ കീർത്തി നിന്റെ കീർത്തി ഞാൻ ഉയർത്തിയില്ലേ? അത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവും. അന്നക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ ആളുകൾ പറഞ്ഞത് ഈ ചങ്ങാതിക്ക് മജ്നൂനാണ്, വട്ട അല്ല, സാഹിറാണ്, ഒരു ജ്യോത്സ്യനാണ്, മരണക്കാരനാണ്. ഇവൻ കുറച്ചു കഴിഞ്ഞ് മരിച്ചുപോയാൽ പിന്നെ ആരുണ്ടാവില്ല, ഇതിനെക്കുറിച്ച് പറയാൻ ആരും ഉണ്ടാവില്ല എന്നൊക്കെയാണ് കളിയാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, നിന്നെ കളിയാക്കുന്ന ആളുണ്ടല്ലോ അവരാണ് കുറ്റച്ചവർ. അബൂജഹലിന്റെ പിൻഗാമികൾ പിന്നെ ഉണ്ടായില്ല. അബൂജഹലിന്റെ മകൻ ഇസ്ലാം സ്വീകരിച്ചാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ആരൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്ത് വെപ്പിക്കാൻ ശ്രമിച്ച ആരും പിന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ്. വേറെ കുറെ കെട്ടവർ പിന്നെ ഉണ്ടായെങ്കിലും അന്ന് അക്കാലത്ത് തുടർന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്നു എന്ന് മാത്രമല്ല, ലോകത്ത് ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിലെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാമം ഉച്ചരിക്കാത്ത ഒരു സിറ്റുവേഷൻ ഇല്ലാത്തതാണ്. ഒരു മിനിറ്റുമില്ല ലോകത്ത്. ഈ ഭൂമിയിൽ എല്ലായിടത്തും നമ്മൾ നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേര് പറയും. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ മാത്രമല്ല ആകാശലോകങ്ങളിലും ഈ അഖിലാണ്ട പ്രപഞ്ചം മുഴുവനും മഹാപ്രവാചകന്റെ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാത്ത ഒരു നിമിഷം അതിനുശേഷം ഈ പ്രപഞ്ചത്തിൽ കടന്നുപോയിട്ടില്ലാതെ ലോകാവസാനം വരെ നിലനിൽക്കുകയും ചെയ്യും. ഭൂമിയിൽ ആരും അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് ചെല്ലാനില്ലെങ്കിൽ ആകാശത്തെ മാലാഖമാരത് സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും എന്ന് സന്തോഷ വാർത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ കീർത്തി നാം ഉയർത്തിയില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇത് റസൂലിന് മാത്രമല്ല സത്യവിശ്വാസികൾക്കും ബാധകമാണ്. അതുപോലെ വരുന്നില്ലെങ്കിലും സത്യങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികളായ ആളുകൾക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ സൽകീർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുക്കും എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഹൃദയത്തെ നാം വിശാലമാക്കി നിന്റെ മുതുകൊടിക്കുന്ന ഭാരം, മുതുകു ജനിക്കുന്ന ഭാരം നാം ഇറക്കി വെച്ചു. നിന്റെ സൽകീർത്തി നാം ലോകം മുഴുവൻ ഉയർത്തി. എന്നിട്ട് പ്രയാസത്തോടൊപ്പം ആശ്വാസം, എന്നല്ല പറഞ്ഞത്. പ്രയാസത്തിന് ശേഷം ആശ്വാസം വരുമെന്നല്ല പറഞ്ഞത്. പ്രയാസത്തോടൊപ്പം തന്നെ ആശ്വാസം ഉണ്ടാവും, ആയാസത്തോടൊപ്പം ആശ്വാസവും ഉണ്ടാവും. എന്നിട്ടാണ് ഉറപ്പിച്ച് പറയുന്നത് രണ്ടിടത്തും ഇന്ന തീർച്ചയായിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധാരണ കാര്യങ്ങൾ പറഞ്ഞാൽ മതി, പക്ഷെ ഇന്ന എന്ന് തഹ്കീദ് ചെയ്ത് പറയുമ്പോൾ ഉറപ്പിച്ച് പറയുമ്പോൾ നിശ്ചയമായും അതിനുണ്ടാവും എന്ന് തന്നെയാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, തീർച്ചയായിട്ടും ആയാസത്തോടൊപ്പം ആശ്വാസം ഉണ്ടാവും എന്ന് നീ മനസ്സിലാക്കണം. എപ്പോഴും അങ്ങനെ തന്നെയാണ് നീ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ജീവിതത്തെ സംബന്ധിച്ച് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും അത് നീ മനസ്സിലാക്കണം, ഇതൊരു പ്രയാസമാണ്. ഈ പ്രയാസത്തിന്റെ പടവുകൾ നാം കടന്നു കയറുമ്പോൾ ആശ്വാസം വരുന്നുണ്ട്. ദുനിയാവിലുള്ള എല്ലാ പ്രയാസങ്ങളും മൊത്തം കൂട്ടിയെടുത്താൽ പരലോകത്ത് കിട്ടുന്ന ആശ്വാസത്തിന്റെ വളരെ വളരെ ചെറിയൊരു അംശം പോലും ഉണ്ടാവില്ല എന്നതാണ്. ഇവിടെ വളരെ കുറഞ്ഞ കാലമേ മനുഷ്യന്റെ ജീവിതമാണ്, അവിടെ അനന്തമായ ജീവിതമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് ബുദ്ധിമുട്ടിലൂടെ, വിഷമത്തിലൂടെ, കഷ്ടപ്പാടിലൂടെ ഇങ്ങനെ മർദ്ദിക്കാനല്ല, അതായത് ആശ്വാസത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകാനും എന്താണ് ആശ്വാസം, എങ്ങനെയാണ് ആശ്വാസം ആസ്വദിക്കുക എന്ന് പഠിപ്പിക്കാനുമാണ്. ഓരോരുത്തരെയും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്കിത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഓരോ സംഗതിക്ക് വേണ്ടി നമ്മൾ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിക്കും, ഒരുപാട് കഷ്ടപ്പെടുത്തുകാരുന്നു. പലപ്പോഴും പരാജയപ്പെട്ട് പിൻവാങ്ങുമ്പോൾ നമുക്ക് വേദനയും പ്രയാസം ഉണ്ടാവണ്ട എന്നാണ്. കാരണം അതെല്ലാം നല്ല 1ാം ക്ലാസ് രേഖകളായി അവിടെ വരുന്നുണ്ട്. എല്ലാം അല്ലാഹു തആല അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. പരലോകത്ത് ഒരു അടിമയെ ഹാജരാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക, അടിമ ഇന്ന ദിവസം നീ ഒരു കാര്യം ചോദിച്ചില്ല. ചോദിച്ചോക്കെ അത് ഞാൻ നിനക്ക് അന്നേരം തന്നു, നിനക്ക് സന്തോഷം, അത് നിനക്ക് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് അന്നേരം എനിക്കറിയാം, അതുകൊണ്ട് അദ്ദേഹം തന്നതാണ്. ഇന്നൊരു ദിവസം നീ ഒരു കാര്യം ചോദിച്ചില്ലേ, ചോദിച്ചു, ഞാൻ തന്നില്ല, നിനക്ക് ദുഃഖമുണ്ടായി, നിനക്ക് തന്ന ബുദ്ധിമുട്ടാണെന്ന് നിന്നെ സൃഷ്ടിച്ച് എനിക്കറിയാവുന്നതുകൊണ്ട് അതിന്റെ പ്രതിഫലം നാം ഇവിടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം ഒരു സമയത്ത് നീ ഒരു പ്രയാസം മാറ്റണമെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഉടനെ മാറ്റി നിനക്ക് ദുനിയാവ് സന്തോഷമുണ്ടായി. വേറെ സന്ദർഭത്തിൽ അത് നിനക്ക് ആവശ്യമാണെന്ന് നമുക്കറിയാം, അതുകൊണ്ട് അദ്ദേഹം തന്നു. വേറെ സന്ദർഭത്തിൽ നാം നിനക്കൊരു പ്രയാസം
വളരെയധികം നീണ്ടു, നീ ഒരുപാട് ബേജറായി പ്രാർത്ഥിച്ചു, ഞാൻ മാറ്റില്ല, എല്ലാവരുടെയും മാറ്റിയില്ല, ഒരുപാട് കാലം വിശ്രമിച്ചു. അതെ, ആ പ്രയാസം മാറ്റിയാൽ നീ ശരിയായി പോകില്ല എന്ന് എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് ഞാനത് മാറ്റിയില്ല, നിങ്ങൾ നന്നാക്കാൻ അവിടെ വെച്ചതാണ്. അതിന്റെ ആ പ്രയാസങ്ങൾ അനുഭവിച്ചതിന്റെ അവാവ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് നിനക്കുള്ളതാണ്. ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അടിമ ഒടുവിൽ പറയാണ്, ദുന്യാവിൽ എന്റെ ഒരൊറ്റ പ്രാർത്ഥനയും സ്വീകരിക്കാതെ ഉത്തരം തരാതെ അതൊന്നും അനുവദിച്ചു തരാതിരുന്നെങ്കിൽ എത്ര മഹത്തരമാകുമായിരുന്നു. അതെല്ലാം എനിക്കിവിടെ മഹത്തരങ്ങളായ ഉന്നതങ്ങളായ സൗഭാഗ്യങ്ങളായി ലഭിക്കുമായിരുന്നല്ലോ തമ്പുരാനെ എന്ന് പറയുമ്പോഴും അടിമയും ഉടമയും തമ്മിലുള്ള ഒരു ചർച്ച നടക്കുന്ന ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊരു ആന്തരാർത്ഥം, നമുക്ക് നമ്മളെ ഒരു വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോകില്ല, ഒരു അധ്വാനം നഷ്ടപ്പെടില്ല, ഒരു വിശ്വാസം നഷ്ടപ്പെടില്ല, ഒരു ചെലവ് നഷ്ടപ്പെടില്ല, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അത് തീർച്ചയായും. അതുകൊണ്ട് മനുഷ്യൻ ജീവിതത്തിൽ മനസ്സിലാക്കുന്നത് പ്രയാസങ്ങളോടൊപ്പമാണ് അല്ലാഹു ആശ്വാസം വെച്ചിരിക്കുന്നത്. ആശ്വാസം തനിയെ ഉണ്ടാവുകയില്ല. ആശ്വാസത്തിന്റെ ആനന്ദം അനുഭവിക്കാൻ പ്രയാസത്തിന്റെ വേദന അനുഭവിച്ചേ തീരുക എന്നുള്ള അല്ലാഹുവിന്റെ മാറ്റമില്ലാത്ത നിശ്ചയം പ്രവാചകന്മാരും എല്ലാവരും അനുഭവിച്ചതാണ്. സാധാരണ മനുഷ്യൻ ജീവിതത്തിൽ തകർന്നു പോകാതിരിക്കാൻ ഈ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അത് ശരിയായ നിലയിൽ പഠിപ്പിച്ച് ജീവിതത്തിന്റെ പ്രയാസങ്ങളെ നല്ല നിലയിൽ തരണം ചെയ്ത് ആശ്വാസത്തിലേക്ക് താൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ മിൻ ബൈനി ജലാലി വജ്ഹിഹി വഅദീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നസീദനാ കമാ അത്നൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർദാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحبة أوصيكم وإياي آمين بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്ക് ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ഈ ഒരു പ്രകൃതി യാഥാർത്ഥ്യം പഠിപ്പിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം തരികയാണ്, അതുകൊണ്ട് ഒരിക്കലും നീ ചടഞ്ഞു കുത്തിയിരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ആവരുത്. ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിൽ പ്രവേശിച്ചുകൊള്ളുക. നിന്റെ രക്ഷിതാവിൽ ആശ്രയിക്കുക, അവനോട് ചോദിച്ച് അവനോട് പ്രാർത്ഥിച്ച് പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുവാനുള്ളതാണ്. അപ്പോൾ ഹോളിഡേ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ചേഞ്ച് ഓഫ് വർക്കാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആകപ്പാടെ കച്ചവടം നിർത്തി വെക്കാൻ പറഞ്ഞ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വിളിച്ചാൽ നിങ്ങൾ പോവാൻ ധൃതി കാണിക്കണം, എന്നിട്ട് നിങ്ങളെ കച്ചവടം നിർത്തി വെക്കണം. അത് തന്നെ ദിക്റില്ല, അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് പോകാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ഇടപാടുകളും കച്ചവടങ്ങളും ഒക്കെ നിർത്തിവെക്കാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് പോകാൻ വേണ്ടിയാണ്. അപ്പൊ ചേഞ്ച് ഓഫ് വർക്കാണ് ഹോളിഡേ. അടിച്ചു പൊളിക്കാനും കിടന്നുറങ്ങാനും ചത്തിപ്പൊളിക്കാനുള്ള അല്ല, യഥാർത്ഥത്തിൽ അവധിക്കാലം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോ നമ്മുടെ അടുത്ത് മദ്യവേനൽ അവധി തുടങ്ങിയിരിക്കുന്നു. മദ്യവേനൽ അവധിക്കാലം പണ്ടൊക്കെ ഒരുപാട് സമയം ഉണ്ടാവും, ഇപ്പോ സമയമില്ല. കാരണം ഇപ്പം മാറി, കാലം മാറിയിരിക്കുന്നു. പണ്ട് മദ്യവേനൽ അവധിക്കാലത്ത് പറമ്പത്തും പാടത്തും ഒക്കെ ഓടിച്ചാടി കളിക്കാൻ ഒരുപാട് വിശാലമായ തലങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പോയി, എവിടെയൊക്കെ സിമന്റ് കൊട്ടാരങ്ങൾ വന്നു, പുഴകളെല്ലാം വച്ചു പോയി. ഈ വേനലത്തിൽ പുഴകൾ തോടുകളെല്ലാം വെച്ചു പോയി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കുട്ടികളുടെ വിദ്യാഭ്യാസ രീതിയും പഠന രീതിയും സിലബസും ഒക്കെ മാറി. മൊത്തത്തിൽ രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും ചിന്താഗതിയൊക്കെ മാറി. അപ്പോ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ആ നേട്ടം കൊയ്യാനുള്ള തിരക്കിനിടയിൽ മാർച്ച് 31-ാം തീയതി കഴിഞ്ഞാൽ അടുത്ത് ഏറ്റവും നല്ല പഠന കേന്ദ്രം എന്താണ്? കാരണം എൻട്രൻസ് കോച്ചിങ്, മറ്റേ കോച്ചിങ്, മറിച്ച കോച്ചിങ്, ട്യൂഷൻ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ട്യൂട്ടോറിയൽ കോളേജ് അത് നടത്തണ്ടെന്നല്ല പറയണം, ഇതെല്ലാം വേണം. പക്ഷേ ഈ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഒരു ടെക് ആത്മീയ വിദ്യയാണ്. മദ്രസ വിദ്യാഭ്യാസം പണ്ടത്തെ പോലെ ഇല്ല എന്നുള്ളതാണ് തകർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. വളരെ ചുരുങ്ങിയ സമയത്ത് വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്നത് കൊണ്ട് മാത്രം ഇസ്ലാമിക വിദ്യാഭ്യാസം ലഭ്യമാവില്ല. കുട്ടികളെ വിദ്യാഭ്യാസം പഠിപ്പിക്കേണ്ട, മദ്രസ വിദ്യാഭ്യാസം, ഖുർആനിക വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പല ആളുകൾ വെക്കേഷൻ ക്യാമ്പുകൾ നടത്തുന്നു, പഠന ക്യാമ്പുകൾ നടത്തുന്നു. അവിടെയൊക്കെ നമ്മുടെ കുട്ടികളെ കഴിവിന്റെ പരമാവധി എത്തിക്കുകയും ഇല്ലെങ്കിൽ അത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്യണം. കാരണം നിങ്ങൾ
ഉണ്ടാക്കുന്ന സമ്പാദ്യത്തിനുണ്ടാക്കുന്ന എല്ലാത്തിനേക്കാളും മികച്ച സമ്പാദ്യം അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന പരിശുദ്ധ ഖുർആനിലുള്ളതാണെന്നുള്ള പറയും. ഏത് പഠനം നടത്തുമ്പോഴും നമ്മൾക്ക് ലക്ഷ്യം സ്വർഗമായിരിക്കണം. ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയുടെ വിദ്യാഭ്യാസം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയാണ് നൽകുന്നത്. അപ്പൊ ആ ഖുർആൻ പഠനത്തിന് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഈ കിട്ടുന്ന വേനലവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് രക്ഷകർത്താക്കളോട് പ്രത്യേകം പറയാം. മുസ്ലിം സർവീസ് സൊസൈറ്റി പോലുള്ള MSN പോലുള്ള സംഘടനകൾ ഒരുപാട് ശാഖകളും സ്കൂളുകളും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരു 15 ദിവസത്തെയോ 20 ദിവസത്തെയോ 10 ദിവസത്തെയോ ഒക്കെ എല്ലാ 2 മാസത്തോടെ അല്ലെങ്കിൽ 1.5 മാസത്തോടെ കെട്ടിയിട്ടുണ്ടല്ല കുറച്ച്. അതായത് പുതിയ പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ പഠിക്കാൻ, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പഠിക്കാനുള്ള സിലബസും നല്ല വിദഗ്ധരായ അധ്യാപകർക്ക് ഇന്ന് അവൈലബിൾ ആണ്. അത്തരം ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ മധ്യവേനലവധി ഒന്നിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് കടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഏത് സന്ദർഭത്തും ഉപയോഗപ്പെടുത്തണമെന്നതാണ്. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ആരോഗ്യവും അതുപോലെ തന്നെ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്താതെ കളയുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യകാലത്ത് ഇങ്ങനെ വയസ്സായ ഇടങ്ങേറായതിനു ശേഷം പോയി ഇബാദത്തെടുക്കുന്നതല്ല, നല്ല പുഷ്ടിയും ആരോഗ്യമുള്ള സമയത്ത് ഇബാദത്തെടുക്കുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം. അതുപോലെ ഒഴിവുവേളകൾ വെറുതെ വിനോദത്തിന് വേണ്ടി വളരെ വലിയ അപകടമാണ്. അതായത് ഇന്റർനെറ്റിന്റെ പ്രവിശാലമായ ലോകം തുറന്നിട്ടുണ്ട്. യൂട്യൂബ്, ട്വിറ്റർ, ഫേസ്ബുക്ക്, വാട്സപ്പ്, വൈബർ, ലൈവ്, അങ്ങനെ ഞാൻ പഠിക്കാൻ നോക്കിയിട്ട് ഒരുപാടെണ്ണം എന്നുള്ളതാണ്. ചാറ്റിങ്ങും പിന്നെ ചീറ്റിങ്ങും. അങ്ങനെ കുട്ടികൾ അതിലേക്ക് ചാടിക്കഴിഞ്ഞാൽ, കുട്ടികളെല്ലാം മുതിർന്നവരായിരുന്നാലും ഫേസ്ബുക്ക് ചാറ്റിങ്ങിലേക്ക് കൂടി കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക ലഹരിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരുപാട് കുടുംബങ്ങൾ തകർന്നു പോകുന്ന അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്റർനെറ്റിന്റെയും ഫേസ്ബുക്കിന്റെയും അതുപോലെ തന്നെ മറ്റ് ഇലക്ട്രോണിക് മീഡിയകളുടെയും പിന്നെ ഗെയിംസ്, ഒരുപാട് തരത്തിലുള്ള ഗെയിംസ് മനുഷ്യനെ വല്ലാണ്ട് കൊല്ലുന്ന ഇന്റർനെറ്റ് ഗെയിംസ് കഫയിൽ വരെ ഗെയിംസ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ കുട്ടികളതൊക്കെ കൈകാര്യം ചെയ്യണം. വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടാവും, കുട്ടികൾ എല്ലാവർക്കും മൊബൈലുണ്ട്. സ്മാർട്ട് ഫോൺ ഇല്ലാത്ത കുട്ടികൾ വളരെ ചുരുക്കമാണെന്നുള്ളതാണ്. അപ്പൊ ഈ സ്മാർട്ട് ഫോണും അതുപോലെ തന്നെ മൊബൈലും പിന്നെ ഒരു ബൈക്കും കൂടെ ഉണ്ടെങ്കിൽ ചെത്തിപ്പൊള്ളിച്ച് അടിച്ച് നശിപ്പിച്ച് ഈ വേനൽക്കാലം മധ്യവേനൽ അവധി കളയാതെ കുട്ടികളുടെ കാര്യത്തിൽ രക്ഷകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിലൊക്കെ ചെന്ന് വീണ് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ഉപകാരത്തെക്കാൾ വളരെ വലിയ തോതിലുള്ള അപകടങ്ങളാണ് വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ നിരോധിക്കാൻ നമുക്ക് കഴിയില്ല, ചെയ്യേണ്ടെന്ന് പറയാൻ പറ്റില്ല. ആരുടെയും ബാത്റൂമിലിരുന്നും ബെഡ്റൂമിലിരുന്നും രഹസ്യമായി എവിടെയും ആർക്കും എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന്. കാര്യം ആർക്കും ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല. എല്ലാം ഇങ്ങനെ പ്രസിദ്ധമാണ്, എല്ലാം പരസ്യമായിരിക്കും ഇന്റർനെറ്റിന്റെ ലോകം. അതായത് അങ്ങനത്തെ ഒരു പ്രത്യേകമായ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഹറാമാണെന്ന് 10 പേർക്കൊന്നും ഒരു കാര്യമില്ല. ഇതെല്ലാം നിരോധിക്കണം. കുട്ടിക്ക് മൊബൈൽ വാങ്ങി കൊടുക്കണ്ട, വീട്ടിൽ TV വേണ്ട, അതുപോലെ തന്നെ മറ്റത് വേണ്ട എന്ന് വിചാരിച്ചാൽ സംഗതി നടക്കൂല എന്നുള്ളത്. അതായത് എവിടെന്നെങ്കിലൊക്കെ കുട്ടികളെ സംഘടിപ്പിച്ചോളൂ ഇത് പോയി ചെയ്യും. അപ്പൊ അവരെ ശരിക്കും സദാചാരത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരുന്ന മാർഗനിർദ്ദേശം നൽകലാണ്. അതിന് ആത്മീയമായ വിദ്യാഭ്യാസം, പൗരാണികമായ വിദ്യാഭ്യാസം വളരെ അനിവാര്യമാണ്. ആ ട്രെയിനിങ് കൂടെ നമ്മൾ കൊടുത്തില്ലെങ്കിൽ സമകാലികത്തിലെ രക്ഷകർത്താക്കൾ എന്നുള്ള നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന ശക്തമായ ഒരു താക്കീത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണെന്നുള്ളതാണ്. കുട്ടികൾ ഒരുപാട് ആളുകൾ ഇതിന്റെ അപകടത്തിൽപ്പെട്ട് കുലുമലായി നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു കൗൺസിലർ എന്നുള്ള എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്ന് അത് നശിപ്പിച്ചു കളയാനല്ല, നന്മ വളർത്തുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങൾ വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആശ്വാസം അകലെയല്ല, അടുത്ത് തന്നെയാണുള്ളത്. നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും നിർവഹിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിനോട് തൗഫീഖിന് വേണ്ടിയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ സമ്പൂർണ്ണമായി നിർവഹിക്കുന്ന സത്യവിശ്വാസത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. اللهم ارض عن ابي بكر وعمر وعثمان وعلي وبقيه اصحاب رسول الله اجمعين. قالوا لي وانا يتبعون എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഉസ്താദന്മാർക്കും ബന്ധുക്കൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും ബാക്കി തരണേ നബുരാനെ. റഹ്മാനായ നബുരാനെ, ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങളെല്ലാം നശിപ്പാക്കണേ നബുരാനെ. ഒരുപാട് ആളുകൾ വസിയത്തിയിട്ടുണ്ട്, അവരുടെ എല്ലാവരുടെയും രോഗങ്ങൾ നീ എത്രയും പെട്ടെന്ന് നശിപ്പാക്കപ്പെടുന്നേ നബുരാനെ. അവരുടെ കുറവുകളെല്ലാം
പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങൾ സമ്പത്തുകളിൽ നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളിൽ നിന്ന് നിറവേറ്റി തരണേ തമ്പുരാനെ. പ്രയോജനപ്രദമായ എല്ലാ നന്മകളും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് നീ ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഈ ഖുർആൻ യഥാവിധം മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം സ്വീകരിച്ച് ഉത്തരം നൽകണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.